ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു നിച്ചിറിനു വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ തന്നെ എണീച്ചിട്ടുണ്ടായിരുന്നു. ഒരു 6:30 ആയപ്പോൾ രാവിലെ എണീച്ച് ഞാൻ നേരെ താഴേക്ക് പോയി ചായ ഇടാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്ന് എനിക്ക് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ എണീച്ചത് തന്നെ. അപ്പോൾ കിച്ചണിൽ വന്നിട്ട് ഞാൻ വേഗം ചായയൊക്കെ ഇടാൻ വിചാരിച്ച്. സാധാരണ ദിവസങ്ങളിൽ ഉമ്മയാണ് ചായയും നാസ്തയൊക്കെ ഉണ്ടാക്കിയിട്ട് വെക്കും നമ്മൾ എണീക്കുന്നതിന് മുന്നായിട്ട്. ഇന്ന് ഞാൻ എണീച്ചുകൊണ്ട് തന്നെ ഞാൻ വേഗം ചായ ഇട്ടിട്ട് ചായ കുടിച്ചിട്ട് ഡ്രസ്സ് വാഷ് ചെയ്യാൻ പോകാമെന്ന് വിചാരിച്ച്. ഡ്രസ്സ് വാഷ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്തായാലും ലേറ്റാവും, അതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസ് ചായയും കുടിച്ചിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ചായ ഞാൻ ഇടുന്നുണ്ട്. രാവിലെ തന്നെ ആകുമ്പോൾ വേഗം പോയി ഡ്രസ്സ് വാഷാക്കിയിട്ട് വരാം, മോൻ എണീക്കുന്നതിന് മുന്നേ ആയിട്ട്. മോൻ എണീച്ച് കഴിഞ്ഞാൽ പിന്നെ എന്നെ ഒന്നിനും വിടൂല ആൾ. അതുകൊണ്ട് തന്നെ വേഗം പോയിട്ട് രാവിലെ തന്നെ എല്ലാം ചെയ്ത് വെക്കാമല്ലോ എന്ന് വിചാരിച്ച് രാവിലെ തന്നെ ഡ്രസ്സ് വാഷ് ചെയ്യുക, പിന്നെ എനിക്കൊന്ന് ബാത്റൂം ക്ലീൻ ചെയ്യാനുണ്ട്. അങ്ങനത്തെ കുറച്ച് പരിപാടികളാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ ഞാൻ പിന്നെ ചായ കുടിക്കാനിരുന്ന് നാസ്ത പിന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ലേറ്റാവും. അപ്പോൾ ഞാൻ വേഗം തന്നെ ചായയും ബിസ്ക്കറ്റും കഴിച്ചിട്ട് വേഗം മേലെ കയറി. ഇപ്പം തന്നെ ഏകദേശം 7:15 സമയം. ഞാൻ വേഗം ഡ്രസ്സ് എടുത്തിട്ട് മുകളിലേക്ക് പോയി. രാവിലെ തന്നെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര സൈലൻ്റായിട്ടാണ് ഉണ്ടായത്. നല്ല രസമുണ്ടായിന് ആ ഒരു ടൈം. പിന്നെ ഞാൻ ബാസ്ക്കറ്റിൽ നിന്ന് എല്ലാം വേറെ ആക്കിയിട്ട് വെക്കുന്നു. വൈറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ, ജീൻസ് വേറെ, അങ്ങനെയാണ് ഞാൻ വാഷ് ചെയ്യൽ. ഇപ്പോൾ ഞാൻ ജീൻസ് മാത്രം ഇട്ടിട്ട് വാഷ് ചെയ്യുന്നത്. പിന്നെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആറിയിടലാണ് മെയിനായിട്ടുള്ള പരിപാടി. ഇങ്ങനെ ഓരോന്നിട്ട് ഞാൻ ആറിയിടുന്നു. പിന്നെ എല്ലാം ആറിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നേരെ താഴേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ബാത്റൂം ക്ലീൻ ആക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ ബാത്റൂം ക്ലീനിങ്ങും പരിപാടികളാണ്. ഇത് മേലത്തെല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ താഴേക്ക് പോയി. പിന്നെ ബാത്റൂം ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ഞാൻ താഴെ വന്നപ്പോൾ നാസ്തൻ്റെ പണി തുടങ്ങിയിട്ടുണ്ടായിന്. ഇത്താത്ത പൂരിക്ക് വേണ്ടിയിട്ട് പരത്തുന്ന സമയത്ത് ഞാൻ പൂരി ചുട്ട് കൊടുക്കും. അങ്ങനെ തന്നെയാണ് സാധാരണ നമ്മൾ വീട്ടിലുണ്ടാവൽ. പിന്നെ ഉമ്മ ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. ഉമ്മ ഒരു പണിയിൽ നമ്മളൊരു പണിയിൽ. പിന്നെ ഞാൻ പണി കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം കുളിക്കാമെന്ന് വിചാരിച്ച് ഫേസ് പാക്ക് ഇട്ടിട്ട് വേഗം കുളിക്കാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ കുളിയെല്ലാം കഴിഞ്ഞ് മുകളിൽ വന്നപ്പോൾ ഞാൻ ഡോറ് തുറക്കുമ്പോൾ ഞാൻ വിചാരിച്ച് ഉറക്കമായിരിക്കും, നോക്കുമ്പോൾ എണീച്ചിട്ടുണ്ടായിന്. ഞാൻ വേഗം കർട്ടനെല്ലാം തുറന്ന് ജനലെല്ലാം തുറന്ന് രാവിലെ എണീച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് തന്നെയാണ് രാവിലത്തെ ഒരു പണി. അപ്പോൾ ജനലും കാര്യങ്ങളെല്ലാം തുറന്നിട്ട് പിന്നെ കുറച്ച് വെള്ളം കുടിച്ച് നല്ല ടയേർഡ് പണിയെടുത്ത് പിന്നെ നമ്മൾ ബെഡെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കും. പിന്നെ താഴെ വന്ന് മോനിക്ക് ഒന്ന് ഡയപ്പറെല്ലാം മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ ഇക്കാക്ക് ഞാൻ ചായ എടുത്തു കൊടുത്ത ആ സമയത്ത്. പിന്നെ നാസ്ത ഇറച്ചിക്കറി അടുപ്പത്തുള്ള അപ്പോഴത്തേക്ക് ഞാൻ ഒരു ഹൽവ കഴിച്ച് ഒരു ചെറിയ കഷ്ണം ബീഫ് കറി ഇവിടുന്ന് ആവുന്നുണ്ട്. അപ്പോഴത്തേക്ക് പുറത്ത് ഇത്താത്തൻ്റെ മോനാണ്, അവർ പുറത്ത് എവിടെയോ ഇങ്ങനെ ട്യൂഷനാണോ എന്നറിയില്ല, എവിടെയോ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ നാസ്ത കറിയെല്ലാം ആയപ്പോൾ നാസ്ത എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നാസ്ത എടുത്ത് വെക്കുന്ന തിരക്കിലാണ്. പിന്നെ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാനിരുന്ന് ഞാൻ അതിൻ്റെ ഇടയിൽ മോനിക്ക് കൊടുക്കുന്നുണ്ട്, ഞാനും കഴിക്കുന്നുണ്ട്. എല്ലാവരും ഇപ്പുറത്തെ സൈഡിൽ താത്തി എല്ലാവരും ഇരുന്നിട്ടുണ്ടായിന്. എല്ലാവരും ഒരുമിച്ചിട്ട് ഫുഡ് കഴിക്കലും കഴിഞ്ഞ് പിന്നെ പാത്രം കഴുകലാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിന്നാ പണി. പാത്രം കഴുകി അതൊക്കെ കഴുകി വെച്ച് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ പുറത്ത് പോയിട്ടുണ്ടായിന് താത്തൻ്റെ കൂടെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് തിരിച്ച് വരുന്ന സമയത്ത് വൈകുന്നേരമായി. അപ്പോൾ നമ്മൾ ചായക്ക് കടി വാങ്ങാൻ വേണ്ടിയിട്ട് നിന്ന് നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്ന് വീട്ടിൽ വന്നതിന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ലേറ്റായിന്, 3 മണി ടൈമായിന്ന് തോന്നുന്നു. അങ്ങനെ ചോറ് കഴിച്ചിട്ട് പിന്നെ ഞാൻ മുകളിലേക്ക് കയറി ജനലിൽ പൂട്ടി ഇതാക്കി. പിന്നെ മോനെ ഉറക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിന്ന്
വൈകുന്നേരം ആയപ്പോൾ ഉറക്കം വന്നിട്ട് ഭയങ്കര കരച്ചിലുണ്ട്. അങ്ങനെ മോനെ ഉറക്കി. പിന്നെ നമ്മൾ വേഗം തന്നെ എണീച്ചിട്ടുണ്ടായിന്. ആൾക്ക് കുറച്ച് ടൈം ഉറങ്ങിയിട്ടുള്ളൂ. ഇങ്ങനെ എണീക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ താഴെ പോയപ്പോൾ ഉപ്പ വന്നിട്ടുണ്ടായിന്. ഇങ്ങനെ ഉപ്പാൻ്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിച്ച് ഉപ്പ നല്ല അടിപൊളി മത്തിയും ഇതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിന്. ഓറഞ്ചും കൊണ്ടുവന്നേന്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഉപ്പ വന്നതിന് പിന്നെ ചായ ഉണ്ടാക്കണം. ഉപ്പ വന്നതിന് പിന്നെ വൈകുന്നേരത്തെ ചായ ഞാൻ തന്നെയാണ്. രാവിലെ ഉമ്മ, പിന്നെ വൈകുന്നേരത്തെ ചായ ഞാനാണ്. അപ്പോൾ ചായ ഉണ്ടാക്കിയെന്ന്. പിന്നെ ഉപ്പാക്കിൽ ചായ കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചായ കുടിക്കാനിരുന്ന്. ഇന്ന് ചായക്കുണ്ടായത് ഇറച്ചി പത്തിരിൻ്റെ സംഭവം. അതിൽ ചിക്കൻ്റെ മസാലയും എഗ്ഗും വെച്ചിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ് ഉമ്മ ഇവിടെ ഉപ്പ കൊണ്ടുവന്ന മത്തി കറി വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉപ്പ കൊണ്ടുവന്ന കട്ട്ലേറ്റ് ഞാൻ മോനിക്ക് കൊടുക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ് കുറേ ടൈം കഴിഞ്ഞപ്പോൾ രാത്രിത്തെ നാസ്ത മോനിക്ക് ചോറും ബീഫ് കറി തന്നെയാണ് ഉച്ചയ്ക്ക് ഉണ്ടായത് തന്നെയാണ് മോനിക്ക്. നമ്മൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അടുക്കള ക്ലീൻ ചെയ്യൽ, പാത്രം ഉണ്ടെങ്കിൽ പാത്രം കഴുകി വെക്കും. അങ്ങനെ പിന്നെ ഉപ്പ കൊണ്ടുവന്ന ഫ്രൂട്ട്സ് എല്ലാം എടുത്ത് വെക്കുകയാണ് ഓരോന്നായിട്ട്. അങ്ങനെ അടുക്കള മൊത്തം ക്ലീൻ ചെയ്യലാണ് രാത്രിത്തെ പണി. പിന്നെ അടുക്കള ക്ലീൻ ചെയ്ത് നമ്മൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ ഇക്ക വന്നിട്ടുണ്ടായിന് അതിൻ്റെ ഇടയിൽ. പിന്നെ നമ്മൾ രാത്രിത്തെ നാസ്ത കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന് ഇക്ക വന്നതിന് ശേഷം ഞാൻ ഫുഡ് കഴിക്കൽ രാത്രി. അപ്പം നമുക്കിന്ന് പൊറോട്ടയും ബീഫ് കറിയും രാത്രി. ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞ് എല്ലാം ക്ലീൻ ചെയ്ത് നമ്മൾ ഇനി കിടക്കാൻ പോക്കാണ്. എല്ലാവരും ഇത്താത്തയും മോനെല്ലാം കടന്ന് നമ്മൾ പോയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ റൂമിലെത്തി കിടന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഇൻഷാ അല്ലാ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഡെയിലി വീഡിയോസ് ഇടണം എന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ ഫ്രം നിച്ചൂറിനു വ്ളോഗ്സ്.